ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയാ നീയുമലേ ഒരു വരിയാ മാനസം നിന്നോടാ നെഞ്ചം നീറുന്നിതാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളുടെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ കാരണമായ കർത്താവേ, അങ്ങ് സ്ഥാപിച്ച വിവാഹം എന്ന മനോഹരമായ ഉദാസിയിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ സഹോദരൻ ജോമേഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന വേളയിൽ അങ്ങേ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യപിതാമത്തും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറയിളക്കും. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക, സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിനക്ക് വഴികാട്ടിയായി ഇരിക്കട്ടെ. ദൈവം നൽകുന്ന സന്തതികളിലൂടെ നീയും നിന്റെ കുടുംബവും തലമുറകളും സഭയും അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സൃഷ്ടാവ് ആദ്യം മുതലേ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരും എന്ന് അവിടുന്ന് അറിയിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നാളെ വലിയ ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. ഇന്ന് മുതൽ ആ സന്തോഷം നമ്മൾ ആരംഭിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി. ജോമേഷിനെ വളർത്തി വലുതാക്കി നാളെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ജോമേഷിന്റെ മാതാപിതാക്കൾ അവനെ പറഞ്ഞിരിക്കുകയാണ്. ജോമേഷ് തീർച്ചയായിട്ടും ഒരുപാട് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒരുങ്ങിയിട്ടുണ്ട് ഈ പുതിയ ഒരു കാവ്യത്തിന്. അതിന്റെ യോഗ്യതയോടുകൂടി അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ജോമേഷിനോട് ചേർന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. എല്ലാ കൃപാവരങ്ങളും ജോമേഷിന്റെയും ജസ്നയുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഈ കുടുംബത്തോടൊപ്പം ജോമേഷിനോടൊപ്പം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇത്രയും നാൾ ജോമേഷ് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു ഒറ്റത്തടിയായിട്ട് ജീവിക്കുകയായിരുന്നു. നാളെ മുതൽ ഒരു ജീവിത പങ്കാളി ജോമേഷിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്, ജസ്ന കടന്നു വരികയാണ്. തീർച്ചയായിട്ടും മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ഈ കുടുംബത്തിലേക്ക് കയറി വരികയാണ്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ സ്വഭാവ രീതികളും സംസ്കാര രീതികളും എല്ലാം ഉള്ള ഒരു കുടുംബം മുഴുവൻ, അല്ലെങ്കിൽ ജസ്നയുടെ കുടുംബം ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെടാൻ പോവുകയാണ്. വിവാഹം എന്ന കൂദാശയിലൂടെ ജസ്നയും ജോമേഷും നാളെ ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായും
ഒത്തിരിയേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതം, അതേസമയം തന്നെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് അവർ നാളെ മുതൽ സ്വീകരിക്കാൻ പോകുന്നത്. ആ ജീവിതത്തിന്റെ എല്ലാ സുഖ സന്തോഷ ദുഃഖങ്ങളിലും മുന്നൊരുക്കത്തോടുകൂടി അത് സ്വീകരിക്കുവാനായിട്ട്, ജീവിതത്തിന്റെ എല്ലാ വെല്ലുവിളികളും സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് തമ്പുരാനോട് ചേർന്ന് ജീവിക്കാനായിട്ട് ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം. ാകാൻ പോകുന്ന ജോമേഷിനെ അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന്റെ തലവനായ മാറിയൂസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന സ്വർഗീയ വിശുദ്ധരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന കുടുംബാംഗങ്ങളും അയൽക്കാരും മറ്റെല്ലാവരും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ കുരിശിനെ സംരക്ഷിക്കപ്പെടട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവമിൻ അരികിലായി അൾത്താരയിൽ എന്തൊരത്ഭുതമാ, ഇതെന്തൊരത്ഭുതമാ. ദൈവമിൻ
നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ നെഞ്ചു നീറിടുമ്പോഴും എന്റെ താളമായി ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ.